നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നിധിയെയും വിളിച്ചോണ്ട് സുധീഷ് ബീച്ചിലേക്ക് പോകുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും നിധി സുധീഷിനോട് ചോദിച്ചു, എന്താ സുധീഷിന് എന്താ എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. സുധീഷ് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. ഒടുവില് സുധീഷ് ഇങ്ങനെ നിധിയോട് പറഞ്ഞു, അതെ, നിധിയുടെ മനസ്സിൽ എന്തായതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനൊരു കാര്യം പറയാം. നിധി വിചാരിച്ചുകൊണ്ടിരിക്കണേ നിധിയുടെ കഴുത്ത് ഞാൻ താലിയാർത്തിയത് എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കുമെന്ന്. പക്ഷെ അതൊന്നും അല്ല സത്യാവസ്ഥ. ഞാൻ നിധിയുടെ കഴുത്തിൽ താലിയാർത്തുന്ന സമയത്ത് നിധിയെ എനിക്കിഷ്ടമായിരുന്നു, നിധിയോട് എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു. അത് നിധിയെ ആദ്യം കണ്ടപ്പം മുതൽ എനിക്ക് തോന്നിയ കാര്യമാണ്. ഇതിനു മുമ്പ് ഞാൻ നിധിയെ കണ്ടപ്പം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. നിധി എൻ്റേതാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ആ സൂര്യ കടന്നു വന്നേ. സൂര്യയുടെ നിധിയുടെയും വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നത് നമ്മുടെ ജീവിതത്തിൽ. അന്നു മുതൽ ഞാൻ നിധിയെ എൻ്റെ ഭാര്യയായിട്ടാണ് കാണുന്നത്. നിധിയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇനിയിപ്പം നിധിയുടെ മനസ്സിൽ എന്താ ഏതാണെന്നും എനിക്കറിയില്ല. ഇത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, ഞാൻ കരുതിക്കൊണ്ടിരുന്നേ സുധീഷിന് എന്നെ ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചായിരിക്കുമെന്നാ. കാരണം അപ്രതീക്ഷിതമായിട്ടൊരു വിവാഹമായിരുന്നല്ലോ നമ്മുടേത്. അപ്പം ഒരിക്കലും സുധീഷിന് അംഗീകരിക്കാൻ പറ്റില്ല. സുധീഷിന്റെ ജീവിതം ഞാനായിട്ട് തകർത്തു എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്ര നാൾ ഇരുന്നുകൊണ്ടിരുന്നേ. പക്ഷേ സുധീഷിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യമായിരുന്നു എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല നിധി, എനിക്ക് നിധി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ കൂടെ കൂട്ടിയത്. ഇത്രയും നാളും നിധിയോട് ഇത് എങ്ങനെ പറയണമെന്നറിയില്ലാതെ ഞാൻ ആകെപ്പാടെ വിഷമിച്ചിരിക്കുമായിരുന്നു. നിധി ഓരോ തവണ എന്നെ തള്ളി പറയുമ്പോഴും എനിക്ക് നിധിയോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരുമായിരുന്നു. ഇനിയിപ്പം നിധിയുടെ താല്പര്യം എന്താന്ന് വെച്ചാൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. അപ്പോഴേക്ക് നിധി പറഞ്ഞു, ഞാൻ കരുതിക്കൊണ്ടിരുന്നേ സുധീഷിന് എന്നോട് ഇഷ്ടമില്ലായിരിക്കുന്ന. പക്ഷെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് സുധീഷിനോട് ഒരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്. അല്ല, നിധിക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? അപ്പോഴേക്കും നിധി പറഞ്ഞു, അത് പിന്നെ എനിക്ക് അപ്പോഴാണ് സുധീഷയുടെ ഒച്ചപ്പാട് കേൾക്കുന്നത്. രണ്ടുപേര് നിന്ന് അവിടെ കിടന്ന് ഭയങ്കര ഒച്ചപ്പാടും വേളം കൂടെ, ഒരു പെണ്ണും ചെക്കനും കൂടെ വന്നിട്ട് പെട്ടെന്ന് സുധീഷ് ഞെട്ടിപ്പോയി. ഇത്ര സമയം സുധീഷ് നിധിയോട് പറയുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചവിടെ മാറി നിന്നാണ്. താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിധി തന്നോട് എങ്ങനെയായിരിക്കും തിരിച്ച് പ്രതികരിക്കണേ, ആ ഒരു ചിന്തയായിരുന്നു. നിധി അവിടെ മാറിയിരിക്കുന്നുണ്ട്. പക്ഷെ സുധീഷ് താൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയതാ, താൻ എന്തൊക്കെ പറയണം, അപ്പം അവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഈ സമയം അവരുടെ ഒച്ചപ്പാട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് അത്ര സമയം കണ്ടുകൊണ്ടിരുന്ന സ്വപ്നം പെട്ടെന്ന് മുറിഞ്ഞുപോയി. സുധീഷ് അവരെ നോക്കുമ്പോഴത്തേനും നിധി പെട്ടെന്ന് സുധീഷിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നല്ലോ, എന്തോ കാര്യമുണ്ട്, സുധീഷെ നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞു. വേണ്ട, അവരവരുടെ പ്രശ്നം തീർത്തോട്ടെ, നമ്മൾ എന്തിനാ അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറുന്നേ? അയാൾ വളരെ മോശമായിട്ടാണെന്നൊന്നുമില്ല ആ പെൺകുട്ടിയോട് പെരുമാറുന്നേ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ അവരുടെ അടുത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ സുധീഷിൻ്റെ ഒരു കൂട്ടുകാരനത്, എടാ നീയോ? അപ്പോഴേക്കും സുധീഷിനോട് ചോദിച്ചു, നീ എന്താടാ ഇവിടെ? അത് പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ പുറത്ത് ഇവിടെ ബീച്ച് വരെ ഒന്ന് വന്നാന്ന് പറഞ്ഞു. അങ്ങനെ, എന്ത് പറ്റിയടാ? എന്താ ഭയങ്കര ഒച്ചപ്പാടും ബേളവും കേട്ടത്? അപ്പോഴേക്കും ആ പെൺകുട്ടി കരയുന്ന പോലെ നിൽക്കുക. നിധി വെച്ച് എന്ത് പറ്റി? അത് പിന്നെ എടാ കാര്യം എന്താന്ന് പറയാൻ സുധീഷ് കൂട്ടുകാരനോട് പറഞ്ഞു. അതെ, ഇവളുടെ പിന്നാലെ 3 വർഷമായിട്ട് നടക്കുന്നേ. ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട്, പരിചയത്തിലാണ് താനും, കാണും സംസാരിക്കും, ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷെ ഇപ്പം ഇവളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുക. എനിക്ക് ഇവളെ ഇഷ്ടമാണ്. ഞാനിത് ഇവളോട് പറഞ്ഞു. അപ്പോൾ അവള് പറയാ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ലാന്ന്. ഇഷ്ടമില്ലാന്നോ? അപ്പം ഇത്രയും നാളും. അപ്പോഴേക്കും ആ പെൺകുട്ടി പറഞ്ഞു, അത് ചേട്ടാ, ഞാൻ ഇവനോട് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവനെൻ്റെ ഫ്രണ്ടാണ്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും, തുറന്നു പറയുകയൊക്കെ ചെയ്യും. പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് ഇവനെ ജീവിതത്തിലേക്ക് കൂട്ടാൻ താല്പര്യമില്ല. ഞാൻ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് ഇവനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴേക്കും സുധീഷിൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഇവളെക്കുറിച്ച് എനിക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സ്വപ്നങ്ങൾ. ഇവള് വലിയ വീട്ടിൽ ജനിച്ച നല്ല പഠിപ്പും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതൊന്നും ഇല്ലാത്തവന്. അപ്പം അതുകൊണ്ടായിരിക്കും ഇവൾക്ക് എന്നെ താല്പര്യമില്ലാത്ത. അപ്പോഴേക്കും ആ പെൺകുട്ടി പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, ഞാൻ ഒരിക്കലും നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. നിന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ല ജീവിതത്തിലേക്ക് കൂട്ടുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്ക് കുറേ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സമയം നിധി തന്നെക്കുറിച്ചാണ് ചിന്തിച്ച. അതുപോലെ തന്നെ സുധീഷും. ദൈവമേ, ഇതിപ്പോൾ പ്രശ്നമാവുമല്ലോ. നിധിയോട് താൻ തന്നെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അവള് എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത സുധീഷിന് മനസ്സിലുണ്ട്. അപ്പോഴേക്കും
ആ പെൺകുട്ടി സുധീഷിനോട് പറഞ്ഞു, ചേട്ടാ ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ചെയ്യുന്ന തെറ്റാണോ ശരിയാണോ? ആ സമയം സുധീഷിന് കൂട്ടുകാരൻ പറഞ്ഞു, എടാ നീ പറയടാ, എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ നീ എന്ത് ചെയ്തേനെന്ന് ചോദിച്ചു. സുധീഷിന് എന്തേലും പറയാൻ പറ്റുമോ? സുധീഷ് അതുപോലെ ഒരു സാഹചര്യത്തിൽ പെട്ട് നിൽക്കുവാണല്ലോ. അപ്പോഴേക്കും നിധിയോട് ആ പെൺകുട്ടി ചോദിച്ചു, ചേച്ചി പറ, ചേച്ചിയാണ് എന്ത് ചെയ്യും? ചേച്ചി ഒരിക്കലും ഇങ്ങനെ ഒരാളെക്കുറിച്ച് ഫ്രണ്ടാ, അതിനപ്പുറത്തേക്ക് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചേച്ചി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, നീ എടുത്ത പോലെ ഒരു തീരുമാനം എടുക്കത്തുള്ളൂ. എനിക്കൊരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ലെങ്കിൽ ഞാനത് തുറന്നു പറയും, കാണാൻ കഴിയില്ല എന്ന്. അങ്ങനെ കാണാൻ കഴിയാത്ത ഒരാളെക്കുറിച്ച് നമ്മൾ എങ്ങനെ ഭർത്താവായിട്ട് ചിന്തിക്കാൻ പറ്റും? ഒരിക്കലും അത് സാധിക്കുന്ന കാര്യമല്ല. സുധീഷിന്റെ മനസ്സിലുള്ള സ്വപ്നങ്ങളൊക്കെ ഇടിഞ്ഞുപോയി. ഭയങ്കര ബിൽഡപ്പ് ഇട്ട് ഇങ്ങോട്ടേക്ക് വന്ന ഇവളെയും കൂട്ടിക്കൊണ്ട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവളുടെ പ്രതികരണം ഇങ്ങനെയായിരിക്കും. ഇനി പറയാതിരിക്കുന്നതാണ് ബുദ്ധി. അപ്പോഴേക്കും സുധീഷ് കൂട്ടാണ്ട് പറഞ്ഞു, എടാ അവൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ നീ എന്തിനാ അവളുടെ പിന്നാലെ നടക്കുന്നേ? അങ്ങനെ താല്പര്യമില്ലെന്ന് പറഞ്ഞെടുത്ത് ഇനിയിപ്പം അങ്ങനെ ഒരു ബന്ധമായിട്ട് മുന്നോട്ട് പോകുന്നത് താല്പര്യമില്ല, അവളുടെ കല്യാണം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അവരങ്ങോട്ട് പോയി കഴിയുമ്പോൾ സുധീഷ് ആകെപ്പാടെ വെപ്രാളപ്പെട്ട് നിൽക്കുക. നിധി ചോദിച്ചു, അല്ല സുധീഷിന് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടോ? ഒന്നുമില്ല. അപ്പം എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ? എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന എന്തിനാ? അത് പിന്നെ ഞാനേ വക്കീല് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കാനാ. പെട്ടെന്ന് സുധീഷ് അങ്ങനെ പറഞ്ഞു. അതിപ്പോൾ എന്തിനാ പറയാനായിട്ടിരിക്കണേ? കോടതി പോയപ്പോരെ. അല്ല നിധിക്ക് ഇനിയിപ്പോൾ എന്തേലും മാറ്റമുണ്ടോ? മാറ്റോ? എനിക്കോ? ഒരു മാറ്റമില്ല. നമ്മൾ രണ്ടും കൂടെ അല്ലേ ഈ ഡിവോഴ്സ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുമിച്ചല്ലേ. അപ്പം പിന്നെ ഞാൻ എന്തിനാ ഒരാൾ മാത്രം പിന്മാറേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ നാളെ കോടതിയിലേക്ക് പോകുന്നു. സുധീഷിൻ്റെ എല്ലാ പ്രതീക്ഷകളും നശിച്ചുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒടുവിൽ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോരുവാണ്. ആ സമയം സുഭാഷ് ഹരീഷിനോടും നികേഷിനോടും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിവോഴ്സ് കേസിനെ കുറിച്ചും നാളെ കോടതിയിൽ ഹാജരാവാനായിട്ട് വക്കീൽ വിളിച്ചു പറഞ്ഞെന്നൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഹരീഷ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. സുധീഷ് നിധിയെയും വിളിച്ചുകൊണ്ട് സംസാരിക്കാനെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. എങ്ങനെയാവുന്നൊന്നും അറിയില്ല, വന്ന് കഴിയുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, സുധീഷേണല്ലേ പോയിരിക്കുന്നേ, മിക്കവാറും കുളം തോണ്ടാൻ ചാൻസ് ഉണ്ട്. നിധിയടത്തിന് മുന്നിൽ പിടിച്ചു വയ്ക്കാനൊന്നും സുധീഷേണ് സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നിധി സുധീഷും കൂടെ അങ്ങോട്ട് വന്നു. സുധീഷിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഹരീഷിനും സുഭാഷിനും ഒക്കെ മനസ്സിലായി അവനൊന്നും സംസാരിച്ചിട്ടില്ല, നെഗറ്റീവാണ് ഉത്തരം എന്നുള്ളത്. അപ്പോഴേക്കും നികേഷിനോട് സുഭാഷ് പതുക്കെ പറഞ്ഞു, ഇപ്പം നീ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് നിധി പറഞ്ഞു, അതെ നല്ല വിശപ്പുണ്ട് സുഭാഷ് ചേട്ടാ, എന്തെങ്കിലും കഴിക്കാൻ എടുക്കുമെന്ന് ചോദിച്ചു. അതിനെന്താ, ഒന്ന് ഫ്രഷ് ആയിട്ട് പോരാ മോളെ, ഇപ്പം തന്നെ ഞാൻ കഴിക്കാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടെ വൈകുന്നേരം കിടക്കാനിറങ്ങുമ്പോൾ സുധീഷ് മുഖം കണ്ടിട്ട് സുഭാഷ് ചോദിച്ചു, എടാ എന്ത് പറ്റിയടാ? നീ അവളോട് സംസാരിച്ചില്ലേ? നാളത്തെ കേസിനെ കുറിച്ച് സംസാരിച്ചോ? സംസാരിച്ചു സുഭാഷ് ചേട്ടാ, പക്ഷെ അങ്ങനെ അങ്ങ് സംസാരിക്കാൻ പറ്റിയില്ല. അതിന് ഇടയ്ക്കിലേക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു, അവൻ വന്ന് എല്ലാം നശിപ്പിച്ചെന്ന് പറഞ്ഞു. എന്ത് നശിപ്പിച്ചെന്ന്? പിന്നീട് ബീച്ച് വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ പറയണം. ഇനി ഞാൻ ഇവളോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ടും എന്നോട് നോയോ പറയുള്ളൂ. അത് താങ്ങാനുള്ള ശേഷി എനിക്കില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. എടാ അപ്പം നാളെ കോടതിയിൽ പോകണം, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ഡിവോഴ്സ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് അവൾ മാത്രമായിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല സുഭാഷ് ചേട്ടാ. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. ഇനി ഈ സുധീഷിൻ്റെ ജീവിതത്തിൽ പെണ്ണുണ്ടെങ്കിൽ അത് നിധി മാത്രമായിരിക്കും, അല്ലാതെ വേറൊരാളും വരാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ കണ്ടോ, അവളെ കൊണ്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, കണ്ടത് തന്നെ, ഇങ്ങനെ പോവുകയാണെ അതൊന്നും കാണുമെന്ന് തോന്നില്ലെന്ന് പറഞ്ഞു. മിണ്ടാതെ കിടന്ന് ഉറങ്ങടാന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ദേഷ്യപ്പെടുവാണ് നികേഷിനോട്. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.